സുഖമല്ലോ ഗെയ്സ്, ഇന്ന് നമ്മൾ ഒരു ഏലിയൻ്റെ വീട്ടിലാണ് പെട്ടിരിക്കുന്നത്. അല്ല, ഏലിയനൊക്കെ വരുന്നൊരു സ്ഥലത്താണ് നമ്മൾ പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പശുവിനെ സംരക്ഷിക്കണം. അതാണ് ഇന്നത്തെ കളി. എല്ലാവരും ലൈക്ക് അടിക്കണം, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഗെയ്സ്, നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. ഗെയ്സ്, നമുക്ക് ഈ ലാൻഡാണ് ഇവിടെ വെക്കാം. അവരുടെ പേരാണ് ഷിൻജാൻ. ടണ്ടടാ. ഹലോ ഗായ്സ്, ഞാൻ എംജിസേട്ടനൊപ്പം കളിക്കാണ്ട് ഗായ്സ്. അപ്പം നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. സംഭവം ചെറിയൊരു സംഭവം ആണ്. സംഭവം എന്താ വെച്ചാൽ ഒരു സംഭവമാണ്. എംജിസേട്ടൻ ഒന്ന് നേരെ പറഞ്ഞ അത് ഞാൻ ഇപ്പം പറയും. വേണ്ട, ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കും. ഓക്കെ ശരി. സംഭവം എന്താ വെച്ചാൽ ഈ സ്ഥലങ്ങളിൽ ഏലിയനെ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പശുവിനെ ഈ ഏലിയന് ഇഷ്ടമല്ല. അപ്പോൾ ഈ പശുവിനെ തൂക്കിയെടുത്തുകൊണ്ട് പോയിട്ട് അവിടെ വിൽക്കാൻ കൊണ്ടുപോകും. അപ്പോൾ അതിനേക്കായി നല്ലത് നമ്മൾ അവനെ പശുവിനെ കൊണ്ടുപോകാണ്ടിരിക്കണതാണ്. എന്താ വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടി എന്താ വെച്ചാൽ പാലില്ലേ, പശുവിൻ്റെ നിന്ന് പാല് കറന്നിട്ട് മറ്റുള്ളവർക്ക് വിൽക്കണം. അത് നമ്മൾ പാലെടുത്തിട്ട് അതിനൊരു കുപ്പിയിലാക്കി മറ്റുള്ളവർക്ക് വിൽക്കണം. അപ്പോൾ ഈ പശുവിൻ്റെ നിന്ന് പാലെടുക്കണമെങ്കിൽ നമ്മൾ കഴിക്കാൻ കൊടുക്കണം. അതിന് നമ്മൾ ഈ വീട്ടിൽ നമ്മൾ നട്ടിട്ട് ഇതിന് കഴിക്കാൻ കൊടുക്കണം. മനസ്സിലായോ? അതാണ് സംഭവം. അതെ ഇപ്പൊ പറഞ്ഞ ശരിയാണ്. അപ്പോൾ ഈ എപ്പോൾ വേണമെങ്കിലും ഏലിയൻ വരാ. ശരിയാണ് എംജിസേട്ടാ. ആടാ, അതന്നെ പറഞ്ഞത്. ഇതെന്താ? ഇവിടെ എന്തൊക്കെയാ മേടിക്കാനൊക്കെയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ കണ്ടോ, ഇവിടെ കൊണ്ടുപോയിട്ടാൽ നമുക്ക് ഈ പാല് മാത്രം ഇവിടെ കൊണ്ടുപോയാക്കിയാൽ ഇവിടെ നമുക്ക് കുപ്പിയിൽ പാലിനെ പാക്കാക്കി തരും. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് ആൾക്കാർക്ക് വിൽക്കണം. ആൾക്കാരൊന്നും വന്നിട്ടില്ല തോന്നുന്നു. ആൾക്കാരൊക്കെ ചിലപ്പോൾ നാളെ വരും. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതൊക്കെ ശരിയാണ്. ഈടാ രാത്രി ഏലിയൻ വന്നു. എംജിസേട്ടാ ഓടിക്കോ, പശുവിനെ പിടിച്ചോണ്ടാവും. ആണ്ടാ, ശരിയാടാ. എന്തപ്പോ ചെയ്യും? ഞാൻ പെട്ടെന്ന് വരാം. വടിയെടുക്ക്, ഞാൻ ഏലിയന്റെ മണ്ടക്ക് കുത്തും. ഞാൻ അപ്പോഴും അവിടെ ഏലിയനെ തീർക്കാണ്. ഈടോ പശുവിനെ പിടിച്ചു കൊണ്ടുണ്ടാ ഈ കള്ള ദജ്ജാലി. ഇതിനെ അടിച്ചു കൊല്ലി. കൊന്നു തല കിട്ടിയിടാ. തല എന്താ ചെയ്യണ്ട്? തല ഇവിടെ കൊണ്ട് ഇടാലേ. വേഗം രാവിലെ ആയാൽ മതിയെന്നു. അല്ലെങ്കിൽ അടുത്ത ബഡ്കൂസ് വന്നറ അടിക്ക്. ഞാൻ അടിച്ചു കൊല്ലട്ടെ. എംജിസേട്ടാ അവിടേക്ക് കൊന്നറ. കൊന്നു നമ്മള്. ഈ കള്ള നമുക്ക് വന്നിട്ട് നമ്മളെ പശുവിനെ തട്ടിക്കൊണ്ടാണ് ഗൈസ്. എംജിസേട്ടാ അവിടെ ഡ്രോപ്പ് ഉണ്ട്, പോയൊക്കെ എന്താ കിട്ടുക? ഡ്രോപ്പ് വന്നിട്ടുണ്ടോ? ഡ്രോപ്പൊന്നും വന്നിട്ടുണ്ട് അവരുടെ. ഞാൻ കുറേ നോക്കി. ഇതാണ് ഏലിയൻ്റെ സ്പേസ്ഷിപ്പ്. ഏലിയൻ വന്നില്ല. ഇന്ന് കുറച്ചേ വന്നിട്ടുള്ളൂ, ബാക്കിയൊന്നും വന്നില്ല. നമ്മുടെ പശു ഇന്ന് സേഫാണ്. ഇപ്പം ഡേ 2 ആയിട്ട് ഗൈസ്. പിന്നെ ആരും ഈ കാര്യം മറക്കരുത്, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ കമൻറ്റ് കൂടാട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇല്ലാണ്ടാകും. പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും ഇടില്ല ഗൈസ്. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഷിൻജാനെയും കൊണ്ടുപോയില്ല, ഞാനും ഉണ്ടാവില്ല. ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തും. അപ്പോൾ ഗൈസ്, എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഗൈസ്, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പശുവിനെ മേടിക്കാൻ പറ്റില്ലേ? അപ്പോൾ ഈ പശുവിനെ മിൽക്ക് വരെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. നമുക്കുണ്ടല്ലോ ഒരു പശുവിനെയും കൂടി മേടിക്കാം. അങ്ങനെ 2-3 പശുവിനെയൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കുറേ പാല് കിട്ടും. അങ്ങനെ നമുക്ക് പാല് കുറേ വിറ്റ് നമുക്ക് നല്ല പൈസക്കാരനാവാം. എംജിസേട്ടാ ഇനി ഒരു പശുവിനെ കൂടി മേടിച്ചണെങ്കിൽ 200 രൂപ ആണ്. അല്ല, 300 200 രൂപ ഇട്ടിയാൽ നമുക്ക് 2 പശുവിനെ മേടിച്ചു. ഇനി മൂന്നാമത്തെ പശുവിനെ മേടിക്കുന്നുണ്ട്. മൂന്നാമത്തെ പശു ഇപ്പം എന്തായാലും ഒരു 300 ആവും. വേഗം പാലിട്ടിട്ട് ഒരു 300 രൂപ. നമ്മളിപ്പോൾ 4 രൂപ മറ്റേ ഉള്ളൂ. ഇപ്പം എത്ര രൂപ ഉണ്ട് ഞാൻ കണ്ടില്ല ഗെയ്സ്. ഇന്ന് നമ്മൾ ചിലപ്പോൾ കൂടുതൽ ഫൈറ്റ് ചെയ്യാണ്ട് വരും. എന്താ കാരണം വെച്ച് അറിയോ? 2 പശുവിനെ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറേ ഏലിയനെ പിടിച്ചാൽ വരും. എന്താ 2 ഏലിയനെ പിടിച്ചാൽ തന്നെ കുറേ ആൾക്കാർ വരും.
അതെ അതെ, 2 പശുവിനെ പിടിക്കാൻ കുറേ ഏലിയൻസ് വരും. നമ്മളൊക്കെ നല്ല സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പൈസ പോവും ഗൈസ്. നമ്മൾ പാല് വിറ്റ പൈസയൊക്കെ പോവും, നമ്മുടെ പശുവിനെയും കൊണ്ടുപോകും. പിന്നെ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം, മറക്കരുത്. അല്ലെങ്കിൽ ഞങ്ങൾ വീഡിയോ നിർത്തിപ്പോവും. യെസ് ഗേസ്, കറക്റ്റ് ആൻസർ. അപ്പോൾ ഗേസ് നമ്മളിന്ന് എത്ര വട്ടാണ് നമ്മളിന്ന് പറയാല്ലേ. അപ്പോൾ ഗേസ് നമുക്കുണ്ടല്ലോ ഇന്നത്തെ ദിവസം രാത്രി ആവാനായി. 2 പശുവുണ്ട്, നമ്മൾ നല്ലോണം സൂക്ഷിക്കണം കേട്ടോ സിഞ്ചാനെ. ഞാൻ സൂക്ഷിക്കാം. ഏയ് പേര് മറക്കല്ലടാ, MJ സേട്ടൻ. അയ്യോ, ഇച്ചി തലേക്ക് എന്തോ ഒരു പ്രശ്നം. ഈ പാലൊക്കെ വിൽക്കുമ്പോൾ പേര് മറക്കാണ്. പാല് വിൽക്കുമ്പോൾ പേര് മറക്കാനോ? ഏലിയന് പശു എന്തൊക്കെയായിട്ട് ഇതിങ്ങനെ മറക്കാണ്. തലേക്കൂടെ എന്തൊക്കെയോ വരികയാണ് കുറേ തിരക്കായിട്ട്. ശരി, അല്ലാതെ പേര് മറന്നതൊന്നും അല്ലല്ലേ. ഗേസ് നമുക്കിവിടെ പൈസ ഉണ്ടല്ലോ, നമുക്ക് പൈസ എടുക്കാം. ഗേസ് ഏരിയൻ തല്ല് മണ്ടക്ക് കുത്ത്. നമ്മൾ ഈ പശുവിനെ എടുക്കുന്ന തണ്ട് മണ്ടയ്ക്ക് കുത്തുറവൻ്റെ കുത്തു. ഇവൻ പൈസ കൊണ്ടുവരുമോ? ഒരു മണ്ടക്കിട്ട് കുത്ത് പണ്ടാരും. ചേട്ടാ, എല്ലാത്തിനും കൊല്ല്. ഇനി കുറേ ഏലിയൻ വരും. ചിലപ്പോൾ 3-4 ഏലിയനൊക്കെ വരും. വേഗം എല്ലാത്തിനും അടിച്ചു വന്നോ. ഇവിടെ ഡ്രോപ്പ് വന്നിട്ടാ, നമുക്കിവിടെ ഡ്രോപ്പ് എടുക്കാം. എൻ്റെ ചേട്ടൻ ഡ്രോപ്പ് എടുക്കാൻ നോക്കിനാ. MJ ചേട്ടനോ എന്തൊക്കെയാണ് പറയണേ? എനിക്ക് എൻ്റെ പേര് കിട്ടുന്നില്ലേ. എന്താണ്ട് സോറി MJ ചേട്ടാ. പിന്നെ MJ ചേട്ടൻ, അവൻ്റെ MJ ചേട്ടൻ നേരോണം നാളെ പഠിച്ച് വന്നിട്ടില്ലെങ്കിൽ അടിക്കിട്ടും, മണ്ടക്ക് കുത്തും. MJ ചേട്ടാ പിന്നെ തെറ്റ്. നീ എന്നെ ഒന്ന് വിളിക്കണ്ട. MJ ചേട്ടാ, ഞാൻ ആദ്യമായിട്ടാണ് MJ ചേട്ടൻ്റെ ഒപ്പം കളിക്ക് വരുന്നേ. അതുകൊണ്ട് പേര് മറന്നു പോവാണ്. കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് പേര് മറന്നു പോവാണ്. ശരിയാണ്. നമ്മളിവിടെ ഒരു വീറ്റ് നട്ടിട്ടുണ്ട്. നമുക്ക് ഈ വീറ്റ് ഇത് ഏതവൻ? മിസ്റ്ററി ട്രേഡർ. അത് ഏലിയനാ? ഏലിയൻ്റെ ഏതോ ഒരു ഇതാണ്. നമ്മൾ മറ്റേ പശുവിനൊക്കെ നോക്കുമ്പോൾ ഒരു ഏലിയതില്ല, അതിൻ്റെ ഒപ്പം മരത്തിൻ്റെ മുഞ്ചിലുണ്ടായിരുന്നു. എന്ത് സാധനം നമുക്ക് അറിഞ്ഞൂടാ. എടാ ഇവലിക്ക് 2 പാല് വേണടാ. നമ്മുടെത്താണെങ്കിൽ ഒരു പാലുണ്ടോയെന്ന് അറിയില്ല. നീ നോക്കി നോക്ക്, ചിലപ്പോൾ പാല് കിട്ടും. നീ പെട്ടെന്ന് പണിയെടുക്കണ്ടല്ലോ സിഞ്ചാനെ. നിന്റെ ഉമ്മ വിശ്വസിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിക്കണ്. നീ നല്ല ഉടായ്പന്നൊക്കെ പറഞ്ഞിരിക്കണം. പക്ഷെ പണിയൊക്കെ എടുക്കണ്ട്. ഉടായ്പ കേട്ടെന്നൊക്കെ കേട്ടോ, മണ്ടൊക്കെ കുത്തും കേട്ടോ. ഞാനും നല്ല ഉടായ്പ. MJ ചേട്ടനാണ് ഉടായ്പ. ഒന്ന് പോയേ. ഇതെന്താ? ഹൂ ആർ യു? ഇവൻ്റെ അടുത്ത് ട്രേഡ് ചെയ്യാനൊക്കെ പറ്റും. കേസ് നമ്മളിവിടെ പാല് ഇട്ടിട്ടുണ്ട്, നമുക്ക് പിന്നെയും എടുക്കാം. മാറിക്ക് MJ ചേട്ടാ. അല്ല മാറിക്ക് സിഞ്ചാനെ. MJ ചേട്ടനല്ലേ ഫ്രണ്ട് കയറിന്ന്? ഒന്ന് പൊയ്ക്ക, നീയാണ് ഫ്രണ്ട് കയറി. എടാ ഇന്നത്തെ ദിവസം മിക്കവാറും ഉണ്ടല്ലോ കുറേ ഏലിയൻസ് വരും. എടാ നമുക്കൊരു പശുവിനെ മേടിക്കണം കേട്ടോ. ഇന്ന് നമുക്ക് എന്തായാലും ഒരു പശുവിനെ മേടിക്കണം. ഇന്ന് എന്തായാലും മേടിക്കണം. MJ ചേട്ടാ പറഞ്ഞിക്കാതെ പോയിട്ട് പശുവിനെ മേടിച്ചു. പൈസ എത്ര നോക്ക്, ഞാൻ പാലിക്കണം നോക്കട്ടെ. ശരി നിനക്ക് ഇപ്പം നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും പശുവിനെ മേടിക്കാം. നീ എന്തായാലും പാലിൻ്റെ പണി നല്ലോണം ചെയ്യണം കേട്ടോ. ഞാൻ ഇവിടെ ഇയാൾക്ക് ഒരു പാല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അപ്പുറത്ത് ഒരാൾ വന്നിട്ടുണ്ടോ. MJ ചേട്ടനും കൂടി പണിയെടുക്ക്. ഒറ്റക്ക് പണിയെടുത്ത് വെച്ച് കഴിയൂല. ചിലപ്പോൾ ദേഷ്യം വന്നിട്ട് നമ്മളെ പശുവിനെയും കൊല്ലും. എന്തിട്ടാണ് കൊല്ലുന്നേക്ക്? പശുവിനൊന്നും കൊല്ലണ്ട. പശുവിനെ കൊന്നാലേ നമ്മുടെ പണി തീരും, നമുക്ക് പൈസ കിട്ടില്ല. അതാണ് MJ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്. ശരി, ഞാൻ എന്തായാലും ഇവനെ പാല് കൊടുക്കട്ടെ. ഞാനാണ് നല്ല ഹാർഡ് വർക്കർ. ഓനക്ക് പാലല്ല ജ്യൂസ് കൊടുക്കും. ഇവനേതാ? ഇവനെ കൊല്ലണം. ഈ ഒരു മറ്റേ തലയിൽ തൊപ്പിയിട്ടവൻ മറ്റേ വെടിയിരിക്കുന്നു. MJ ചേട്ടാ, എനിക്ക് ഹെൽത്ത് പോയി. ഞാനെന്തായാലും പശുവിനെ മേടിച്ചിട്ടുണ്ട്. നമുക്ക് 3 പശു. MJ ചേട്ടാ, നാളെ രാവിലെ മേടിച്ചാൽ പോരുന്നില്ല. ഇനി 3 പശുവിനെ നമ്മൾ
മതി മതി നമ്മൾ സംരക്ഷിക്കണം. ശരിയാണ് സിഞ്ചാനെ, 3 എണ്ണത്തിന് നോക്കത്തിരി നല്ല ടഫാണ് ഗെയ്സ്. അപ്പം ഇത് കണ്ട, ഇവിടെ ഇത് കണ്ട, ഒരുപാട് പേര് വരും. ഇവന്മാരെല്ലാവരും പശുവിനെ എടുത്തോണ്ട് അടുത്താള്. അയ്യോ, അവനക്കൊന്ന് എടാ 3 പശുവിനെ കൊല്ല് അടിക്ക് സിഞ്ചാനെ. എന്തെങ്കിലും വാടക അടിക്കാതെ വേഗം പോയിട്ട് ഏലിയനെ കൊല്ല്. വാതകോ എന്തൊക്കെയാണ് പറയണേ? ഒന്ന് നേരോണം പറയ്. വാചകം. ഞമ്മക്ക് ഇനി വീടിന് എപ്പോഴാ കിടക്കാൻ? നമ്മളെ പശു നമുക്കൊന്നും തിന്നാനും കിട്ടൂല. തിന്നാനൊന്നും കിട്ടില്ല, ശരിയൊക്കെയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ടാറ്റ ബൈ ബൈ. സെക്കൻഡ് പാർട്ട് വരും.